ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇറ്റ്സ് മീ ഐശ്വര്യ, യുവർ ഓൺ ഐശ്വര്യ മാൻസി. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് എൻ്റെ ഒരു സ്കിൻ കെയർ റുട്ടീനായിരുന്നു എന്ന് പറയാൻ പറ്റില്ല. എങ്ങനെയാണ് എൻ്റെ സ്കിൻ കെയർ ഞാൻ ചെയ്തേ? കാരണം എന്താ വെച്ചാൽ എൻ്റെ മുഖം കുറച്ച് നാളായിട്ട് ഒരു സായ് പല്ലവി, അതായത് പ്രേമം സിനിമയിലെ മലർമിസിൻ്റെ കണക്കായിരുന്നു കേട്ടോ. നിറച്ച് മൂത്ത് തിളങ്ങണ ബൾബ് പോലെ മിന്നണ കുരുക്കളായിരുന്നു. അപ്പം ഇത് വന്നിട്ട് കുറച്ച് നാളായിരുന്നു, ഏകദേശം ഒരു 3-4 ആഴ്ചയായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞാൻ വിചാരിച്ചത് ഹോർമോണൽ ഇൻബാലൻസ് ആയിരിക്കും, അതായിരിക്കും ഇതായിരിക്കും എന്നൊക്കെ വിചാരിച്ചു. അത് മാത്രല്ല, ഇപ്പോൾ ഭയങ്കര ചൂടാണല്ലോ, അപ്പൊ അതിൻ്റെതായിട്ടുള്ള ചൂടുകുരു എൻ്റെ മുഖത്തൊക്കെ ഭയങ്കര ഈടെയായിട്ട് ഭയങ്കര ചൂടുകുരുക്കെ ആയിരുന്നു. അപ്പോൾ ഞാൻ വെച്ചു, ഇനിയിപ്പോൾ അതെങ്ങാനും കവളത്ത് കുരുവിൻ്റെ ഫോമിൽ വലുതായിട്ട് വന്നതാണോ എന്ന് അറിയില്ല വെച്ചു. അങ്ങനെ പിന്നെ എനിക്കിപ്പോൾ സെമസ്റ്റർ എക്സാം ഒക്കെ കഴിഞ്ഞു. അപ്പം ഞാൻ വിചാരിച്ചു ഇനിയിപ്പോൾ അതിൻ്റെ സ്ട്രെസ്സോ ടെൻഷനോ, പക്ഷെ എനിക്ക് ടെൻഷനൊന്നും ഉണ്ടായിരുന്നില്ല. അതൊക്കെയാണോ പിന്നെ എക്സാം കാരണം പിന്നെ ഞാൻ അധികം സ്കിന്നൊന്നും നോക്കിയിട്ടുണ്ടായിരുന്നു. നമുക്ക് ആകെ ഹെക്റ്റിക് ആയിരിക്കുമല്ലോ ആ സമയം. അത് കാരണം ഞാൻ അധികം സ്കിന്നിനൊന്നും നോക്കിയിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ ഇപ്പോൾ ഒരു 3-4 ആഴ്ചയൊക്കെ കഴിഞ്ഞപ്പോൾ ഭയങ്കരമായിട്ട് വീർത്തിക്കായിരുന്നു കേട്ടോ കുരു. എന്നിട്ട് എൻ്റെ ക്ലാസ്സിലെ പിള്ളേർ ചോദിച്ചു, മുഖത്ത് വല്ല അലർജിയും വന്നോ എന്ന് ചോദിച്ചു. അത്രമാത്രം. പ്രത്യേകിച്ച് ഈ കവളത്തായിരുന്നു നന്നായിട്ട്. ഇവിടെ ഒരു മിനിറ്റ്, എന്നെ വിളിക്കുന്നുണ്ട് കേട്ടോ. ഈ ഭാഗത്ത് അത്ര അധികം ഉണ്ടായിരുന്നില്ല കേട്ടോ, പക്ഷെ ഇവിടെയും കുരുക്കൾ ഉണ്ട്. പക്ഷെ പാടുകളാണ്, കുഞ്ഞെ കുഞ്ഞെ ചുടുകുരുവിൻ്റെ വലിപ്പമുള്ള കുരുക്കളാണ്. ഇവിടെയായിരുന്നു ഭയങ്കര അക്രമ സീൻ എന്ന് പറയുന്നത്. ഭയങ്കര അധികം കുരുക്കൾ ഇങ്ങനെ വീർത്ത് വീർത്ത്, ഞാൻ പറഞ്ഞില്ലേ പ്രേമ സിനിമയിലെ മലർമിസിൻ്റെ കണക്കെ കുരുക്കൾ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ എന്നിട്ട് ഇത് ഒരു 3-4 ആഴ്ച കഴിഞ്ഞപ്പോൾ ചുങ്ങി 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 കുഞ്ഞിതായി വന്നു. അത് കഴിഞ്ഞിട്ടാണ് പിന്നെ ഞാൻ വിചാരിച്ചു സ്കിൻ പ്രിപ്പറേഷൻ അല്ല സ്കിൻ കെയർ വേണമെങ്കിൽ നടത്താം, പക്ഷെ ആഫ്റ്റർ എക്സാം അങ്ങനെ വിചാരിച്ചു കേട്ടോ. അപ്പോൾ ഇന്നലത്തോടുകൂടി എൻ്റെ എക്സാംസ് ഒക്കെ കഴിഞ്ഞു. അപ്പം ഞാൻ ഇനി കുറച്ച് ദിവസം തീരുമാനിച്ചു, ഇനി അങ്ങോട്ട് സ്കിന്നിനെ ഒരാഴ്ച ഒന്ന് കെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. ഒരാഴ്ചത്തേക്ക് കിട്ടാ. അതിൽ കൂടുതൽ ഞാൻ ഉറപ്പൊന്നും പറയണ്ട, കാരണം ഞാൻ 2 ദിവസത്തെ ഒരു കൊല്ലത്തേക്ക് തീരുമാനിച്ച് ഞാൻ 1 മാസമൊക്കെ ആ തീരുമാനം എടുക്കാറുള്ളൂ. അത്ര പോലും ഇല്ല ഞാൻ. അത് കാരണം ഞാൻ ന്യൂ ഇയർ റെസൊല്യൂഷനേ എടുക്കാറില്ല. ഓക്കെ. അപ്പം ഞാൻ വിചാരിക്കുകയാണ് ഒരാഴ്ചത്തേക്ക് എന്തായാലും സ്കിന്നൊന്ന് പ്രെപ്പ് ചെയ്യാമെന്ന് വിചാരിച്ചു കേട്ടോ. അങ്ങനെ തീരുമാനിച്ചിട്ടുണ്ട്. പിന്നെ ഈ ചൂട് കാരണം എൻ്റെ സ്കിൻ ഭയങ്കര സെൻസിറ്റീവാണ്. പക്ഷേ എൻ്റെ ഒരു കോമ്പിനേഷൻ സ്കിൻ ടൈപ്പാണ്, പക്ഷേ പെട്ടെന്ന് എഫക്റ്റ് ആവുന്ന സ്കിന്നാണ്. സെൻസിറ്റീവ് എന്ന് പറഞ്ഞാൽ നമ്മൾ സ്കിൻ ടൈപ്പുകളാണ്, അതിൽ കോമ്പിനേഷനാണ് എൻ്റെ സ്കിൻ വരുന്നത്. പക്ഷേ എൻ്റെ സ്കിന്നിന് പെട്ടെന്ന് അലർജീസ് വരും. അതായത് ചൂടുണ്ടെങ്കിൽ അപ്പോൾ ഒരു റെഡ് കളറാവും. അത് എൻ്റെ സ്കിൻ ടൈപ്പ് അല്ല, പക്ഷെ എൻ്റെ സെൻസിറ്റീവ് പോലത്തെ ഒരു സ്കിന്നാണ്. പക്ഷെ സ്കിൻ ടൈപ്പ് കോമ്പിനേഷനാണ്. നമുക്ക് കൺഫ്യൂഷൻ ആവുമെന്ന് അറിയില്ല. നമുക്ക് പെട്ടെന്ന് സ്കിന്നിൽ റാഷസ് ഒക്കെ വരും. അങ്ങനത്തെ ഒരു ടൈപ്പ് സ്കിന്നാണ് എൻ്റെ. ഓക്കെ. അപ്പോൾ ഞാൻ എന്തായാലും ഇന്ന് ആഫ്റ്റർ മൈ എക്സാം, ദിസ് ഈസ് ദ ഫസ്റ്റ് ഡേ. ഓക്കെ. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു വെച്ചാൽ, നന്നായി നമ്മുടെ സാധാ നോർമൽ വെളിച്ചെണ്ണയില്ലേ, അപ്പോൾ അതൊക്കെ തേച്ച് മുഖത്ത് നന്നായി ചെയ്തിട്ടുണ്ട്. മുഖത്ത് ചെയ്യുന്നതൊക്കെ നമ്മുടെ കഴുത്തിലും ചെയ്യണം കേട്ടോ. അപ്പം മുഖത്തും കഴുത്തിലും ഇന്ന് ഫസ്റ്റ് ഡേ ആയാലും നോർമലായിട്ട് ഞാൻ ചെയ്തതെന്താ വെച്ചാൽ, വെറുതെ വെളിച്ചെണ്ണ, സാധാ വെളിച്ചെണ്ണ കോക്കനട്ട് ഓയിൽ കൊണ്ട് നന്നായി മസാജ് ചെയ്ത് ഒരു 10 മിനിറ്റിന് ശേഷം നന്നായി കുളിക്കണേറ്റ് മുമ്പ് കേട്ടോ, ഒരു 10 മിനിറ്റിന് മുമ്പ് ഞാൻ തേച്ച് പിടിപ്പിച്ച് ലാസ്റ്റാണ് കുളിച്ചത് കേട്ടോ. പക്ഷേ ചുങ്ങി തുടങ്ങിയിട്ടുണ്ടായിരുന്നു. നമ്മുടെ ആവശ്യം ഈ കുഞ്ഞു കുഞ്ഞു കുരുക്കൾ കളയുക, അതേപോലെ ഞാൻ ഈ പാടുകൾ കളയായിരുന്നു കേട്ടോ. അപ്പോൾ ഓരോ ദിവസം നമുക്ക് നോക്കാം, ഞാൻ നിങ്ങളെ അപ്ഡേറ്റ് ചെയ്യാം. ഇനി എക്സാം കഴിഞ്ഞാൽ ഡെയിലി വീഡിയോയ്ക്ക് എനിക്ക് പ്രയാസമില്ല. പിന്നെ എക്സാമിൻ്റെ റുട്ടീനൊക്കെ ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ, അതൊക്കെ അപ്ലോഡ് ചെയ്യാം. ചിലപ്പോൾ അതായിരിക്കും ആദ്യം അപ്ലോഡ് ചെയ്യാം, നമുക്ക് ആ ഓർഡറിൽ അങ്ങോട്ട് പോകാനായിട്ട്. അങ്ങനെ ഇപ്പം പിന്നെ എന്തായാലും ഒരു ആഴ്ച നമുക്ക് ലീവായിരിക്കും എന്ന് ഞാൻ കരുതുന്നു. അറിയില്ല, കോളേജിൽ നിന്ന് അറിയിപ്പ് വരുന്നവരെ നമുക്ക് പ്രശ്നമില്ല. പിന്നെ ഇന്നലെ നമുക്കൊരു ഫംഗ്ഷൻ ഉണ്ടായിരുന്നു കേട്ടോ, ഒരു വെഡ്ഡിങ് എൻ്റെ കസിൻ്റെ ആയിരുന്നു. അപ്പം അത് എന്തായാലും ഞാൻ വീഡിയോ അപ്ലോഡ് ഉണ്ടാവും. പിന്നെ ഇന്നിപ്പോൾ ഇവിടെ കറി വെക്കാനുള്ള ഒരുക്കത്തിലാണ് കേട്ടോ. ഇന്ന് ചക്കക്കുരു ആണ് കേട്ടോ. ഇത് ചക്കക്കുരു, വെള്ളരി, മാങ്ങ അതൊക്കെ കൂടി ചേർത്ത് ഒരു കറി വെക്കുന്നുണ്ട്. പിന്നെ നമുക്ക് ഇത് ചാറുകറിയുടെ പ്രിപ്പറേഷനാണ്. അപ്പോൾ അമ്മയാണ് കേട്ടോ വെക്കാൻ പോകുന്നത്.
പിന്നെ നമുക്ക് നമ്മുടെ സ്കിന്നിന് ഏറ്റവും നാച്ചുറലായി കൊടുക്കാൻ പറ്റുന്ന ഒന്നാണ് നമ്മൾ വെള്ളം കുടിക്കുക. നല്ല സാധാ പച്ചവെള്ളം കുടിച്ചാലും മതി, അല്ലെങ്കിൽ തിളപ്പിച്ചാറിയ വെള്ളമൊക്കെ കുടിക്കാം. നിങ്ങൾ എങ്ങനത്തെ വെള്ളമാണ് നോർമൽ കുടിക്കാറ്? എനിക്കിടല്ലോ തിളപ്പിച്ചാറിയ വെള്ളം ആ ഒരു ചൂടോടെ കുടിക്കാൻ ഇഷ്ടമാണ്. പിന്നെ അതിനൊരു ഒരു വെറൈറ്റി ടേസ്റ്റ്, എനിക്ക് ആ ടേസ്റ്റ് അങ്ങനെ ഇഷ്ടമില്ല. അപ്പോൾ ഞാൻ ചെറുപ്പം തൊട്ടേ പച്ചവെള്ളമാണ് കുടിക്കാറ് കേട്ടോ. അപ്പോൾ അത് നന്നായി കുടിക്കും. ഇങ്ങനത്തെ ഒരു വലിയ കപ്പിലെടുത്തിട്ടാണ് കുടിക്കാറ്. ഞാൻ നന്നായി വെള്ളം കുടിക്കണ ഒരാളാണ്. നിങ്ങൾ എങ്ങനെയാണ് സാധാരണ പോലെ അതിനെക്കാട്ടും ഒരു ഒരു 2 ഗ്ലാസ്സോ 3 ഗ്ലാസ്സോ കൂടുതൽ കുടിച്ചാൽ മതി കേട്ടോ. പിന്നെ നിങ്ങൾ ഡെയിലി ചായ കാപ്പി അങ്ങനത്തെയൊക്കെ കുടിക്കുന്ന ആൾക്കാരെ വെച്ചാൽ ചായയും കാപ്പിയായിട്ടൊന്നും വെള്ളം കുടിക്കരുത്, സാധാ വെള്ളമായിട്ട് കുടിക്കുക. ആ രൂപത്തിലൊന്നും വെള്ളം കുടിക്കരുത് കേട്ടോ. പിന്നെ ഫ്രൂട്ട്സ് ഒക്കെ കഴിച്ച് അങ്ങനെ ജ്യൂസിനെക്കാട്ടും ഫ്രൂട്ട്സ് കഴിക്കുന്നതാണ് നല്ലത്, എന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെന്താണ്, പിന്നെ ഞാൻ ഈ സമയത്ത് കെമിക്കൽ നമ്മുടെ മോയ്സ്ചറൈസർ സൺസ്ക്രീൻ ഒന്നും ഈ ഒരു 5 ദിവസം ഈ ഒരു വീക്ക് യൂസ് ചെയ്യില്ല എന്ന് വിചാരിക്കണം. കാരണം എന്താ വെച്ചാൽ ഇത് രണ്ടിലും കെമിക്കൽ ഉണ്ട്. നമ്മൾ എന്തൊക്കെ നാച്ചുറലാണ് മറ്റേതാണ് മറിച്ചതാണെന്ന് പറഞ്ഞ പ്രൊഡക്ട്സ് ഇറക്കുന്നുണ്ട് മാർക്കില്ലെങ്കിലും നമ്മളത് യൂസ് ചെയ്യണ്ടെങ്കിലും ഇതിലൊക്കെ കെമിക്കൽസ് ഉണ്ട്. അല്ലെങ്കിൽ നിങ്ങൾ നോക്കി ഒരു അലോവേറ ജെല്ല് ഒരു മാസമൊക്കെ അതിനൊരു 3 മാസം എങ്ങനെ ഇരിക്കും? അതിലൊക്കെ കെമിക്കലുണ്ട്. ഞാനിവിടെ എൻ്റെ വീട്ടിൽ അലോവേറ ഉണ്ട്, അതൊക്കെ ഒരു 2 ആഴ്ച കഴിഞ്ഞ് അതൊരു മഞ്ഞ നിറം വരും കേട്ടോ. നമ്മൾ പറിച്ച് വെച്ച സാധനം വെച്ചാൽ. അപ്പം എന്തായാലും അതൊന്നും നടക്കാൻ പോണ കാര്യമില്ല, എല്ലാത്തിലും കെമിക്കലുണ്ട്. അപ്പം ഞാൻ പേഴ്സണലി എനിക്ക് വേണ്ടി ഒരു 5 ദിവസത്തേക്ക് ഞാൻ വേണ്ടാന്ന് വെച്ചിട്ടുണ്ട്. അപ്പം നമുക്ക് വെള്ളം കുടിക്കാം. എന്നിട്ട് ബാക്കി പരിപാടികളുണ്ട്. പിന്നെ വെക്കേഷൻ ആയ കാരണം നമ്മുടെ ജോലികൾ നമ്മൾ തന്നെ ചെയ്യണം, ആരും സഹായിക്കാണ്ടാവില്ല കേട്ടോ. അപ്പോൾ ഇന്ന് കുറച്ച് പണിയുണ്ട്. ഇന്നലെ ഒരു ഫംഗ്ഷൻ ഉണ്ടായിരുന്നു, അപ്പം അതിൻ്റെ ഡ്രസ്സൊക്കെ കഴുകി ഇടാനുണ്ട്. അങ്ങനെ കുറച്ച് പണികളുണ്ട്. പിന്നെ വേറൊരു കാര്യം, വെള്ളം നിന്ന് കുടിക്കരുത്. ഞാൻ വീഡിയോ എടുക്കുമ്പോൾ നിന്നുള്ളൂ, ഇരുന്ന് കുടിക്കുക. ഇരുന്ന് കുടിക്കുമ്പോഴാണ് വെള്ളം നമ്മുടെ ശരീരത്തേക്ക് എന്താ പറയുക, നമ്മുടെ ശരീരത്തേക്ക് അബ്സോർബ് ചെയ്യപ്പെടുക, അല്ലെങ്കിൽ അത് നമ്മുടെ യൂറിനായിട്ട് പോകുന്നതാണ് സയൻസുകാർ പറയണത്, സയൻസ്പരമായിട്ട് പറയണത് കേട്ടോ. ഓക്കെ, അപ്പം നമുക്കിന്ന് ബാക്കി പണികൾ നോക്കാം. തിരുമ്പാനൊക്കെ ഉണ്ട്. ഇവിടെ ഇപ്പം നിലുമോൻ ഉറങ്ങുകയാണ് കേട്ടോ. ഇടയ്ക്കിടയ്ക്ക് ഇത് എണീക്കും, ഇടയ്ക്കിടയ്ക്ക് ഉറങ്ങും. ഇനി ഏറ്റവും ഇഷ്ടമില്ലാത്തത് എൻ്റെ കാലുമ തുറന്നതാണ്. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളത് ഇതിനെ ദ്രോഹിക്കലാണ്. ഓക്കെ, കുഞ്ഞിമോൻ ഇപ്പോൾ ഉറക്കം മൂടാണ് കേട്ടോ. അപ്പോൾ പിന്നെ നല്ല വെയിലാണ്, ഉദിച്ചിരിക്കണ വെയിലാണ്. 11 മണി. ഇന്നലെയൊക്കെ ഇത്തിരി മഴക്കാരുണ്ടായിരുന്നു, പക്ഷെ ഇന്ന് മഴക്കാരൊന്നും ഉണ്ടായിരുന്നില്ല. എണീറ്റ് തുടങ്ങി. ഓക്കെ, മീശ ബാക്കോട്ട്. ഇതിന് അർത്ഥം എന്താണെന്നറിയോ? ഇവർക്ക് ഇപ്പം ഞാൻ ചെയ്തത് വലിയ താല്പര്യമില്ല, ഞാൻ ഇവരെ ശല്യപ്പെടുത്തുന്നത് ഇവർക്ക് ഇഷ്ടപ്പെടുന്നില്ല എന്നാണ് കേട്ടോ. ഈ മീശ ഈ ഫ്രണ്ടിലേക്ക് വരികയാണെങ്കിൽ ഇവർക്ക് ഭയങ്കര ഹാപ്പി മൂഡാണെന്ന് അർത്ഥം. പക്ഷെ ഇപ്പോൾ ഉറക്കം മൂഡായ കാരണം ബാക്കോട്ടാണ്, കണ്ടോ? ഓക്കെ, അപ്പോൾ ബാക്കി നമുക്ക് നമ്മുടെ സകല പരിപാടികൾ നടത്താം കേട്ടോ. ഇപ്പൊ കണ്ടോ, മീശ പതുക്കെ ഫ്രണ്ടിലേക്ക് വന്നു തുടങ്ങിയിട്ടാ. അതായത് ഇഷ്ടപ്പെട്ടോ നീലു. ഓക്കെ, നമുക്ക് ഇനി അധികം ശല്യപ്പെടുത്തണ്ട. കുറച്ച് കഴിഞ്ഞ് തന്നെ നമ്മുടെ അടുത്ത് വരും കേട്ടോ. അപ്പം നമുക്ക് മൈൻഡ് ചെയ്യാണ്ടിരിക്കാം. ഓക്കെ, ഉറങ്ങിക്കോട്ടെ. ഇത് ഇടയ്ക്കിടയ്ക്ക് ഉറങ്ങും കേട്ടോ. ശരി, അപ്പം അമ്മ ഇങ്ങോട്ട് കടയ്ക്ക് പോവാണ് ഗൈസ്. അമ്മ കടയിൽ പോയിട്ട് വരട്ടെ. നമുക്കപ്പം നമ്മുടെ തിരുമ്പൽ പ്രോസസ്സിലേക്ക് കിടക്കാം. ഓക്കെ, അപ്പം നമുക്ക് ഒരു ബക്കറ്റ് നിറച്ച് തിരുമ്പാൻ സാധനങ്ങളുണ്ട്. ഞാൻ പറഞ്ഞില്ല എനിക്ക് ഇന്നലെ ഒരു ഫംഗ്ഷൻ ഉണ്ടായിരുന്നു, അപ്പോൾ അത് കാരണം എൻ്റെ തന്നെ കുറേ ഉണ്ടായിരുന്നു കേട്ടോ. അതായത് രാവിലെ ഒരു കോസ്റ്റ്യൂം, വൈകിട്ടൊരു കോസ്റ്റ്യൂം, അങ്ങനെ 2 ഉണ്ടായിരുന്നു. അത് കാരണം വേണ്ടത് തിരുമ്പാൻ കിടക്കുന്നുണ്ട്. ഇനി ഇതൊക്കെ തിരുമ്പിടണം അമ്മ വരുമ്പോഴേക്കും. അതുപോലെ ഞാൻ അമ്മയുടെ ഓർഡർ ഉണ്ട്, ഞാൻ വരുന്നതിന് മുമ്പ് എല്ലാ പണിയും ചെയ്ത് തീർക്കണം എന്ന്. അതായത് എൻ്റെ പരിപാടികൾ, അതായത് അങ്ങനെ അല്ലാതെ വീട്ടിലത്തെ എല്ലാ കുടുംബക്കാര്യങ്ങളും ചെയ്യാൻ എന്നോട് പറഞ്ഞിട്ടില്ല. ഓക്കെ, ശരി. ഇനി ഞാൻ തിരുമ്പിയൊക്കെ ഇട്ടിട്ട് ഞാൻ വരാം ഗൈസ്. ഞാൻ ഇപ്പോൾ വെറുതെ നിന്നപ്പോഴേ ഞാൻ വേറെ തുടങ്ങി, അമ്മാതിരി ചൂടാണ്, കണ്ടു.
അങ്ങനെ എൻ്റെ ജോലികളൊക്കെ ആരംഭിച്ചു കേട്ടോ. ഞാൻ നേരത്തെ തന്നെ സോപ്പും വെള്ളത്തിലൊക്കെ സാധനങ്ങൾ ഡ്രസ്സ് ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അത് കാരണം ചെളിയൊന്നും അധികം ഉണ്ടായിരുന്നില്ല. പിന്നെ അധികം വേർപ്പൊന്നും ആയിട്ടില്ല. ഞാൻ തലേദിവസമൊന്നും തുള്ളി കളിച്ചിട്ടുണ്ടായിരുന്നില്ല വണ്ടിയിൽ. തലേദിവസം ഭയങ്കര ഡാൻസ് ആയിരുന്നു കേട്ടോ തിരിച്ചു വരുമ്പോൾ, റിസപ്ഷൻ കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ. പക്ഷെ ഞാൻ ഇതൊക്കെ പ്രമാണിച്ച് അതൊന്നും ചെയ്തില്ല. പിന്നെ അങ്ങനെ അലക്കിക്കൊണ്ടിരിക്കുമ്പോഴാണ് സോപ്പ് പോയത് ഗൈസ്. സോപ്പ് അപ്പുറത്തേക്ക് പോയി. അപ്പം ഞാൻ എടുക്കാൻ പോയതാണ്. പിന്നെ എൻ്റെ പ്രധാന പരിപാടിയാണ് ഈ വെള്ളമൊക്കെ ആ ചെടിക്ക് ഒഴിക്കുക. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഫ്ലവറാട്ടോ കനകാമ്പരം. ഓക്കെ, അപ്പോൾ കനകാമ്പരം ചെടിക്ക് ഞാൻ വെള്ളം ഒഴിച്ച് കൊടുക്കാം. മറ്റേനും കൂടെ ഒഴിക്കും കേട്ടോ. അങ്ങനെ നമ്മുടെ തിരുമ്പൽ പരിപാടികളൊക്കെ കഴിഞ്ഞിരിക്കുകയാണ്. അപ്പം നമുക്കിനി അകത്തേക്ക് പോവാം ഗൈസ്. ഓക്കെ, അപ്പോഴും നമ്മുടെ നിലൂട്ടനിൽ മാറ്റം വന്നിരിക്കുകയാണ്. ഹലോ, പകുതി ഉറക്കത്തിൽ നിന്ന് എണീറ്റിരിക്കുകയാണ്. ഹലോ, എന്നൊന്ന് ശല്യം ചെയ്യാണ്ട് പോവോ? ഞാനും വോട്ട് ചെയ്തിട്ടുണ്ട് ഗൈസ്. എനിക്ക് ഇതെൻ്റെ കന്നിയോട്ടമല്ല കേട്ടോ. എൻ്റെ ക്ലാസ്സിൽ കുറേ കുട്ടികളുടെ കന്നിയോട്ടമായിരുന്നു. പക്ഷേ എൻ്റെ ഇത് രണ്ടാമത്തെ ഓട്ടമാണ്. ഞാൻ ചെയ്തു. അതിൻ്റെ മുകളിൽ കൂടെ ഒരു നെയിൽ പോളിഷിൻ്റെ കളർ ട്രൈ ചെയ്തതാണ്. പക്ഷേ അത് റിമൂവ് ചെയ്തപ്പോൾ കുറച്ചങ്ങോട്ട് പോയി. പിന്നെ എൻ്റെ ഗുളിയുടെ ഗുണം കാരണം ഇവിടത്തെയൊക്കെ പോയി. അല്ലെങ്കിൽ ഇവിടത്തേക്ക് കുറേ നാൾ ഇരിക്കാറുണ്ട്. ഇന്ന് ഇവൻ ഈ സമയം എപ്പോഴും ഉറങ്ങുകയാണ്. നിലു എന്നാണ് കേട്ടോ പേര്. നിലു, ഇതിനെ ഞാൻ പലതും വിളിക്കാറുണ്ട്, പലരും പല പേര്. പക്ഷെ മെയിൻ പേര് നിലു. ഞാൻ ആദ്യം ഇത് പെണ്ണാന്ന് വിചാരിച്ചേ. എന്നിട്ട് ഞാൻ ഇതിന് എന്ത് പേരെ പൊന്നിട്ടിട്ടേ ആ പേര് പിന്നെ പറയാം കേട്ടോ. ഓക്കെ, നമുക്ക് ബാക്കി കാര്യങ്ങൾ നോക്കാം. മതി. ഇതിൻ്റെ ഉറക്കം ഇപ്പം ശല്യപ്പെട്ടത് കാരണം ഇത് എണീറ്റ് കുളിക്കും കേട്ടോ. എന്നിട്ട് വീണ്ടും കിടന്നുറങ്ങും. ഓക്കെ, ഇനി കുറച്ച് കഴിഞ്ഞ് ഇതിൻ്റെ ഒരു വരവുണ്ട് കേട്ടോ നമ്മുടെ അടുത്തേക്ക്. അപ്പം നമ്മൾ എന്ത് ചെയ്യണം, ഇതിനെ മൈൻഡ് ചെയ്യണം കേട്ടോ. മൈൻഡ് ചെയ്തില്ലെങ്കിൽ ഇത് നമ്മളെ കുറേ ഉപദ്രവിക്കുക പറഞ്ഞാൽ അടുത്തുനിന്ന് പോവാണ്ടിരിക്കണം. ഇതാണ് മാർജാരാസനം. മാർജാരാസനം ചെയ്യടാ, മാർജാരാസനം ചെയ്. ഇതിന് മനസ്സിലായി നമ്മളെന്തോ ഇതിനെ വെച്ച് ഉപയോഗിക്കുക എന്നിട്ടാ. അതായത് വീണ്ടും ശല്യം കാരണം എന്നെ ഷൂട്ട് ചെയ്യണ്ട ഭഗവാനെ. ശരി, ഞാൻ മേക്കപ്പ് ചെയ്തിട്ടില്ല. മേക്കപ്പ് ചെയ്തിട്ടില്ല. ശരി, കണ്ട, ഇത് ഭയങ്കര പോസിങ് ആണ്. ഇതിന് നന്നായി ഇത് ഇതിൻ്റെ അമ്മ നല്ല പോസിങ്ങാണ്. ഇതിൻ്റെ അമ്മേനെ ഞാൻ പിന്നെ കാണിച്ചു തരാം. അങ്ങനെ തിരുമ്പലൊക്കെ കഴിഞ്ഞ് ഞാൻ വന്നപ്പോഴാണ് ഇതേ അമ്മ നാളികേരം ഉറച്ചതിൻ്റെ ഇളനീരല്ല, നാളികേരം വെള്ളം എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂ, പകുതിയും നിലത്ത് പോയിട്ടുണ്ടാവും. അപ്പം ഞാൻ പറഞ്ഞിരുന്നു എനിക്ക് കുറച്ച് വേണം, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് നാളികേരം വെള്ളം. അപ്പോൾ ഞാൻ കുറച്ച് പിടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അമ്മ ഒരു 1/4 ഗ്ലാസ് ഉണ്ടായിരുന്നു, അത് ഞാൻ കുടിച്ചു. പണി വന്നു ഗൈസ്, പണി. അമ്മ, ഇതൊക്കെ എനിക്കാ? കുറച്ച് ഒക്കെ കുടിക്കട്ടെ. ഇതൊക്കെ ആ ഓക്കെ, വെയിലത്ത് കടയിൽ പോയതിന്റെ സങ്കടം പറച്ചിലാണ്. ഓക്കെ, അപ്പൊ നമുക്ക് എന്തായാലും ഇനി നാളികേരം ചെറുത് ഇതാ അമ്മ, ചെറുത് നമുക്കിനി ഇതിനി നമ്മൾ ചിരകി വെക്കാൻ പോവാണ്. ഇതിലേക്കാണ് ചേർക്കേണ്ടത്. കണ്ടു ഗൈസ്, ഇങ്ങനെ വെക്കാൻ പാടില്ല തോന്നുന്നു. ഇങ്ങനെ വെക്കാം. നമ്മൾ ചിരമുട്ടി എടുക്കണം. അപ്പൊ നമ്മുടെ ചിരമുട്ടിയൊക്കെ ഞാൻ ഇവിടെ സെറ്റ് ആയിട്ടുണ്ട്. ഞാൻ ആംഗിൾ വെച്ച കാരണം ചിരമുട്ടി ഞാൻ പൊക്കി കാണിക്കണം. ഞാൻ ഇതിന്റെ മുകളിലാണ് കയറിയിരിക്കുന്നത് ഗൈസ്. അപ്പോൾ എന്തായാലും മുടി അഴിച്ചിട്ട് അയൽക്കുട്ടാനും ഫുൾ മുടിയാവുന്നത് കാരണം ഞാൻ ഇത് കെട്ടി വെക്കാൻ പോവാണ്. അല്ലെങ്കിൽ അടുത്ത ചീത്ത എനിക്കതിന്. പൊതുവേ ഞാൻ ചീത്ത വാങ്ങി കയ്യിൽ വെക്കുന്ന ആളാണ് കേട്ടോ. അപ്പം പിന്നെ നമ്മൾ പൂച്ചനെ തൊട്ട കാരണം എന്തായാലും കൈയൊക്കെ ഒന്ന് കഴുകിയിട്ട് വന്നിരിക്കാം. എൻ്റെ ഭഗവാൻ, നമ്മളിത് ചിരകുമ്പോഴേ ഒരാളെ വിളിച്ചപ്പോ ഓടി വരും. കുറച്ച് കഴിഞ്ഞിട്ട് വിളിക്കാം കേട്ടോ. കാരണം പൂച്ചോർക്ക് ഇത് ഭയങ്കര ഇഷ്ടമാണ് നമ്മുടെ നാളികേരം. പണ്ടുണ്ടല്ലോ ഞാൻ നാളികേരം ഇങ്ങനെ ചെരുക വെച്ചാ സൈഡ് ഫുള്ള്
ഫുള്ള് ചിരകും. അല്ല, സൈഡ് ഫുള്ള് ചിരകില്ല, നടു മാത്രം ചിരകും. എനിക്ക് സൈഡ് ചിരക അറിയണ്ടായിരുന്നില്ല. അപ്പൊ ഇങ്ങനെ വെച്ചാൽ നടു വെച്ചിങ്ങനെ ആ സാധനമായിരുന്നല്ലോ. ഇനി നമുക്ക് സൈഡ് പിടിക്കാം. അമ്മ ഇതൊക്കെ എടുക്കണ. പകുതി 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 മതി. പകുതി ചെറിയ അപ്പൊ പകുതി പണിയെടുത്താൽ മതി. ശിവ 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 ശങ്കര ശങ്കര കേരളത്തിന്റെ പുതുസ്വത്താണെങ്കിലും ഇപ്പോൾ തെങ്ങുകളൊക്കെ കുറഞ്ഞ പൈസ കടയിൽ നിന്നാണ് വാങ്ങിയത്. നാളികേരത്തിന് കേരം തിങ്ങും നാടാണെങ്കിലും ഇപ്പോ നാളികേരത്തിന് ഭയങ്കര ക്ഷാമമാണ്. ഞാൻ എന്തായാലും ഒരു മൈക്ക് ഓർഡർ ചെയ്യണം. എൻ്റെ മൈക്ക് ഉണ്ടല്ലോ കേടെ, എൻ്റെ വർഷങ്ങളായിട്ടുള്ള മൈക്കായിരുന്നു. അപ്പൊ എന്തായാലും പുതിയത് പറഞ്ഞ ഓർഡർ ചെയ്യണം എന്നാണ് വിചാരിക്കണേ. അപ്പൊ ഒന്നുകൂടി എനിക്കിപ്പോ വോയിസ് ഓവർ കൊടുക്കണ്ടല്ലോ, നേരിട്ട് അങ്ങട്. അതാണ് വോയിസ് ഓവർ ഇരട്ടിപ്പണിയാണ് കേട്ടോ. എക്സ്പീരിയൻസ് വിൽ മേക്ക് യു. ഒറ്റക്കൈ കൊണ്ട് ഞാൻ ചെയ്തു. പകുതി മതി എന്ന് പറഞ്ഞു. അപ്പൊ നമുക്ക് നോക്കി നടു മാത്രം ചെയ്താൽ മതി. ഇപ്പൊ അമ്മ എനിക്ക് വരിക പറയുന്ന ഒരു ഡയലോഗ് ഉണ്ട്. ഞാനിവിടെ കണ്ട കറി കുട്ടാൻ കഷ്ണം, അതായത് ഞങ്ങളിവിടെ കുട്ടാന്ന് പറയട്ടെ, കറി കഷ്ണങ്ങളൊക്കെ അരിഞ്ഞു, നീ ഇതുവരെ ഒരു അരമുറിയുടെ പകുതി തേങ്ങ ചിരകിയില്ല. അങ്ങനെ ഒരു ഡയലോഗ് ചിലപ്പോ കേൾക്കാം, ചിലപ്പോട്ടാ, ചിലപ്പോ എന്നെ പൊക്കും. ഓ ആദ്യമായിട്ട് ഒന്ന് തേങ്ങ ചിരകി എന്ന് പറയുന്നത് ഉണ്ടാവും. അമ്മേ, ഇത് ഉച്ചക്കത്തേക്കുള്ള പ്രിപ്പറേഷൻ ആണ് കേട്ടോ. ഇവിടെ ഞാൻ വീഡിയോ ലൈവാന്ന് പറഞ്ഞപ്പോ ഒറ്റെണ്ണം മിണ്ടാനില്ല കേട്ടോ. അല്ലെങ്കിൽ ഉണ്ടല്ലോ ഞാൻ എത്ര തവണ പോസ് ചെയ്യും. ഒന്ന് മിണ്ടാണ്ടിരിക്കോ അമ്മ, മതിയാ പകുതി. അപ്പൊ ഇത്തിരിയും കൂടിയാവാ. കണ്ടോ, നിങ്ങളുടെ അമ്മമാര് ഇങ്ങനെ ഉപദേശിക്കാറുണ്ട്. എനിക്ക് വയ്യാണ്ടായി. ഓക്കെ, നമ്മൾ ഇത്രയൊക്കെ ആക്കി ചിരകിയുണ്ട്, മതിയാവുമെന്ന് വിചാരിക്കുന്നു. ഇത് ഇനി നമ്മൾ നാളികേരം ഒഴിക്കും. മലർത്തി വെക്കരുത്, കമത്തി വെക്കണം. മലർത്തി വെച്ച് കഴിഞ്ഞാൽ അതിന്റെ ചീത്ത വേറെ കേക്ക്. മിലു അത് ഞാൻ കയ്യത്തും തീർത്തുണ്ടാവും. അതിന് കഷ്ണം മുച്ചിട്ട് വേണം ഒരു കഷ്ണം ഉണ്ട്. ഞാൻ പതുക്കെ ഇവിടുന്ന് എണീക്കാൻ നോക്കിയപ്പോ എനിക്ക് തന്ന പണിയാണ്, മോളെ ഇതൊക്കെ ഒന്ന് അരച്ച് വെച്ചു. അപ്പൊ ഇനി ഇത് അരച്ച് വെക്കണം. ഓക്കെ, നമുക്കിനി അരക്കൽ പരിപാടി നോക്കാം. അരയ്ക്കാൻ ഇനി നിങ്ങൾ കാണാൻ പോകുന്നത് പൂച്ചനെ കൊതിപ്പിക്കൽ. ഉറങ്ങണ്ടായിരുന്ന നിലുവിന്റെ ഇപ്പോഴത്തെ അവസ്ഥ ഇനി കൊടുക്കാല്ലേ. കണ്ടോ, ഇത് കൊതിയനാണ് ഗൈസ്, നാളികേരം കൊതിയൻ. ഇങ്ങനത്തെ ഐറ്റംസ് ഒക്കെ കിട്ടുക വെച്ചാൽ ഉറക്കൊക്കെ പമ്പ കിടക്കണ്ട. മതി മതി, തിങ്ങണ്ട നീ, തിങ്ങണ്ട നീ തിങ്ങണ്ട നീ തിങ്ങണ്ട. അപ്പൊ നിനക്ക് ഉറങ്ങണ്ടേ മോനെ? ഇതിനെയാണ് ഞാൻ വിളിച്ചു വരുത്തിയത്. അപ്പൊ ഇത് കിടന്നുറങ്ങാറുണ്ട്. ഇനി അറിയണ്ടായിരുന്നില്ല ഇതായിരുന്നു. അപ്പൊ എന്തായാലും എൻ്റെ മൊബൈലിലത്തെ ചാർജ് ബാറ്ററി ലോ ആയിരിക്കണം. ഇനി അപ്പൊ ഞാൻ കുറച്ച് നേരം കഴിഞ്ഞിട്ടേ വരൂ ഗൈസ്. അപ്പൊ ഞാൻ എന്തായാലും ഫോൺ ചാർജിൽ ഇട്ട് എൻ്റെ മൊബൈലിൽ ഞാൻ വീഡിയോ എടുക്കണേ. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ബൈ ഗൈസ്.